ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: 1/2 കിലോ ബോൺലെസ് ചിക്കൻ, 5 പീസ് ബ്രെഡ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്. മിക്സിയുടെ ഒരു ജാർ എടുക്കാം. അതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന ചിക്കൻ പീസസ് ഇടാം. ഇതിനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രൂപത്തിലാണ് കിട്ടേണ്ടത്. മിക്സിയുടെ അതേ ജാറിനകത്ത് എടുത്തു വെച്ചേക്കുന്ന ബ്രെഡിൻ്റെ ചെറിയ പീസസ് ആക്കി ഇടാം. പൊടിച്ചെടുക്കാം. വലിയൊരു ബൗളിലേക്ക് അരച്ച് വെച്ചേക്കുന്ന ചിക്കൻ മാറ്റാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇടാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിച്ച് വെച്ചേക്കുന്ന ബ്രെഡ് പൊടി ഇതിലേക്കിടാം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് വേണ്ടി മാവ് കുഴയ്ക്കുന്ന പോലെ ആണ് കുഴച്ചെടുക്കേണ്ടത്. ആവശ്യമുണ്ടെങ്കിൽ 1-2 സ്പൂൺ വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നഗറ്റ്സ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ പെറ്റൽസിൻ്റെ ഷേപ്പിലും അതുകൂടാതെ സ്ക്വയർ ഷേപ്പിലുമാണ് നഗറ്റ്സ് തയ്യാറാക്കിയെടുക്കുന്നത്. നഗറ്റ്സ് ഉണ്ടാക്കുമ്പോൾ നടുഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം ഇത് എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നടുഭാഗം ഒത്തിരി വീർത്ത് വരും. ഇഷ്ടമുള്ള ഷേപ്പിൽ നഗറ്റ്സ് ഉണ്ടാക്കാം. എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് നമുക്കിത് ഫ്രൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ബ്രെഡ് മിക്സിക്കകത്ത് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അത് ചീനച്ചട്ടിയിലേക്ക് ഇടാം. എന്നിട്ട് ചെറിയ തീയിൽ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിയാതെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ബ്രെഡ് ക്രംസ് തയ്യാറായിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി, അല്പം ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോ നഗറ്റ്സും എടുത്ത് മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിംഗ് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ 2 കൈ കൊണ്ടും ചെയ്യുന്നതാണ് ഈസി. എല്ലാ നഗറ്റ്സും ഇതുപോലെ ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിംഗ് ചെയ്ത് വെക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി സ്റ്റവിലേക്ക് വെക്കാം. അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് നഗറ്റ്സ് ഓരോന്നായിട്ട് ഇടാം. നഗറ്റ്സ് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കാരണം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ. ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി അത് തിരിച്ചിടാം.
നഗറ്റ്സ് ഏകദേശം ഫ്രൈ ആയി കഴിഞ്ഞു. ഇതിനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി കടയിൽ പോയി നഗറ്റ്സ് വാങ്ങിച്ച് കഴിക്കേണ്ട, വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നഗറ്റ്സ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അത്രയും മാവ് വെച്ച് ടോട്ടൽ 45 നഗറ്റ്സാണ് ഉണ്ടാക്കാൻ സാധിച്ചത്. നഗറ്റ്സ് എങ്ങനെ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാം. വളരെ നന്നായി വന്നിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ രീതിയിലാണ് നഗറ്റ്സ് വന്നേക്കുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.